العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور صدق الله العظيم. عن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ما من نبي بعثه الله في أمة قبلي إلا كان له من أمته حواريون وأصحاب يأخذون بسنته ويقتدون بأمره ثم إنها تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون فمن جاهدهم بيده فهو مؤمن ومن جاهدهم بقلبه وهو مؤمن ومن جاهدهم بلسانه فهو مؤمن وليس وراء ذلك من الإيمان حبة خردل رواه مسلم صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള ക്ലാസ് റൂമിലെ ബഹുമാന്യരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, റേഡിയോ വഴി ക്ലാസ് റൂമിനെ ഒരുപാട് സ്നേഹിക്കുകയും സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരരായ സുഹൃത്തുക്കളെ, ബുശ്റാക്കുമുല്യവും എന്ന നമ്മുടെ അനുഗ്രഹീതമായ ഈ പരിപാടിയിൽ ഇന്ന് ഈ വിനീതനായ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും നിർബന്ധമായി കൽപ്പിച്ച നന്മ ഉപദേശിക്കുക, തിന്മ വിലക്കുക, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നീ വലിയ ഉത്തരവാദിത്തത്തിന്റെ ചില ഭാഗങ്ങളാണ്. അതൊരു വലിയ വിഷയമാണ്. വേണ്ട രീതിയിൽ അത് പ്രതിപാദിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഏതാനും ചില കാര്യങ്ങൾ അത് സംബന്ധമായി ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ഒരു ഉത്തരവാദിത്തമാണത്. പലപ്പോഴും നിർവഹിക്കപ്പെടാതെ പോകുന്ന ഉമ്മത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും വേണ്ട രീതിയിൽ ഗൗനിക്കാതെ പോകുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം അതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന്റെ മൊത്തത്തിനുള്ള നേട്ടത്തിനും അല്ലെങ്കിൽ രക്ഷയ്ക്കും ഇരുലോക വിജയത്തിനും അതാവശ്യമാണ്. അത് എപ്പോൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവുന്നുവോ അപ്പോൾ മുതൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകരി എന്ന ഈ വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്.
എന്നാലിത് നന്മ കൽപ്പിക്കണമെങ്കിൽ അതിനുള്ള അർഹതയുണ്ടായിരിക്കണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. ഒരു നന്മ മറ്റൊരാളോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കുന്നയാൾക്ക് അതിനർഹത വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ആ നന്മ അയാൾ ചെയ്യുന്നയാളായിരിക്കണം. ഞാൻ മറ്റൊരാളോട് നിസ്കരിക്കണമെന്ന് കൽപ്പിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നവനാകണം. അത് ചുരുങ്ങിയ പക്ഷമാണ്. എല്ലാ നിലക്കും ഞാൻ നല്ലവനാണെങ്കിലാണ് ഞാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഫലവത്താവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം. എന്നാൽ ആ അർത്ഥത്തിൽ പൂർണ്ണമായി അർഹത നേടിയ ശേഷം അള്ളാഹുവിന്റെ ഈ കൽപ്പന നടപ്പിൽ വരുത്തുക എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിച്ചും ആലോചിച്ചും ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് ഈ വിനീതൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഞാനത് ഒരു ഉപദേശമായിട്ടല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവ പരമാവധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് നൽകി തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 41ാമത് ആയത്തായി നമ്മളോട് കൽപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരായത്താണ് ഞാനിവിടെ ഓതിക്കേൾപ്പിച്ചത്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത്ത വ ആതൗസ്സകാത്ത വ അമറൂ ബിൽ മഅറൂഫി വ നഹൗ അനിൽ മുൻകരി വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഭൂമിയിൽ അല്ലാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അവർ നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുത്തുവീട്ടുകയും ചെയ്യും. അതോടൊപ്പം അവർ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിലക്കുകയും ചെയ്യും. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട വിഭാഗം, അല്ലാഹുവിനെ അങ്ങോട്ടും തൃപ്തിപ്പെട്ടവർ. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ അന്തിമമായ ഫലം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തുവീട്ടുക എന്ന വിശുദ്ധ ഇസ്ലാമിലെ ഓരോരുത്തർക്കും ഫർള് ഐനായ കാര്യത്തിന്റെ കൂടെയാണ് വനഹൗ അനിൽ മുൻകരി എന്ന കാര്യത്തെ അത്ഫ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു അവർക്ക് ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്താൽ അവർ നിസ്കാരം നിലനിർത്തും, അഥവാ നിസ്കാരം നിർവഹിക്കുക എന്ന നിർബന്ധ ബാധ്യത അവർ വീട്ടുന്നതാണ്. ആതൗസ്സകാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുള്ള ധനത്തിൽ നിന്നും അതിന്റെ നിശ്ചിത വിഹിതം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവൻ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ അവർ ചെലവഴിക്കുകയും ചെയ്യും. വയഅ്മുറൂന ബിൽ മഅറൂഫി വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ എന്ന ഈ ഉത്തരവാദിത്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഒരു നിർബന്ധ ബാധ്യതയായിട്ടാണ്. എന്നാൽ നിസ്കാരം നിലനിർത്തുന്നത് പോലെ അല്ലെങ്കിൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന പലരും സക്കാത്ത് കൊടുക്കുക എന്ന ബാധ്യത നിർവഹിക്കുന്ന പലരും സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാറുണ്ടോ എന്നുള്ള ഒരു ചർച്ചയാണ് നാം ഇവിടെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തെയും സക്കാത്തിനെയും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ്, പുണ്യകർമ്മമാണ്, അമലാണ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി, അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് കേവലം നിസ്കാരം കൊണ്ട് കൽപ്പിക്കലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിസ്കരിക്കാത്തവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കലും സക്കാത്ത് കൊടുക്കാത്തവരോട് സക്കാത്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടലും കള്ളു കുടിക്കുന്നവരോട് കുടിക്കരുത് എന്ന് പറയലും മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ നീചത്വങ്ങൾക്കെതിരെയും പ്രതികരിക്കേണ്ട ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികൾക്കും നിർബന്ധ ബാധ്യതയായി കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം. ഫർള് ഐനാണോ ഫർള് കിഫയാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാം. ഫർള് ഐനാണ് എന്ന് വെച്ചാൽ ഓരോരുത്തരും അത് ചെയ്തേ മതിയാകൂ. ഞാൻ നിസ്കരിച്ചാലേ എനിക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ, ഞാൻ നിസ്കരിച്ചാലേ എന്റെ ബാധ്യത തീരുകയുള്ളൂ എന്നതുപോലെ ഞാൻ നന്മ കൊണ്ട് കൽപ്പിച്ചാൽ മാത്രമേ എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുകയുള്ളൂ, ഞാൻ തിന്മയെ കണ്ടാൽ അത് വിലക്കിയാൽ മാത്രമേ എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചവനായി അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഒരു പക്ഷം. രണ്ടാമത്തെ പക്ഷം അത് ഫർള് കിഫയാണ്, അഥവാ സമൂഹത്തിലുള്ള ഒരു നീചത്വത്തിനെതിരെ സമൂഹത്തിലെ ഒരാൾ പ്രതികരിച്ചാൽ ഒപ്പമുള്ള മറ്റാളുകളും ബാധ്യതയിൽ നിന്നൊഴിവാകുന്നതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് പ്രതിഫലം ലഭിക്കണം എങ്കിൽ അവർ തന്നെ ചെയ്യേണ്ടതാണ്. ഒരു പ്രദേശത്ത് ഒരു മഹല്ലിൽ ഉള്ള ഒരു തിന്മയ്ക്കെതിരെ ആ തിന്മ കാണുന്ന ഒരാൾ പ്രതികരിച്ചാൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടും. എന്നാൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും നിർവഹിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തൽവിഷയകമായി ഉണ്ടെങ്കിലും ഓരോരുത്തരും അത് നിർവഹിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് ഈ രണ്ട് രൂപത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ അഡ്രസ് നിലനിർത്തി തരുന്നത് അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും ഈ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സമൂഹങ്ങളിൽ വെച്ച് ഉത്തമ സമൂഹം നിങ്ങളാകുന്നു. അതിന്റെ കാരണം തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു എന്നതാണ്. വ തൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ തിന്മ വിലക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ആദരിച്ചതിന്റെ കാരണമായി, ഉത്തമ സമൂഹമായി, മാതൃകാ സമൂഹമായി ലോകത്തിനു പരിചയപ്പെടുത്തിയതിന്റെ കാരണമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട്
സാക്ഷ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഉഖ്രിജത്ത് ലിന്നാസി, ജനങ്ങളിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ട സമൂഹങ്ങളിൽ. അതിന്റെ കാരണം തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്ന സ്വഭാവം നിങ്ങളിൽ ഉള്ളതാണ് അതിന്റെ കാരണമെന്ന് അല്ലാഹു തആല പറയുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതൊരു പ്രവാചകനെയും ഏതൊരു സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോഴും ആ സമൂഹത്തിൽ ആ പ്രവാചകനെ വളരെ അടുത്തറിയുകയും ആ പ്രവാചകന്റെ സുന്നത്തുകൾ കൃത്യമായി ഉൾക്കൊള്ളുകയും ജീവിതവൽക്കരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുറെ അടുത്ത ആളുകൾ കഴിഞ്ഞ ഓരോ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ സമൂഹം അല്ലെങ്കിൽ ആ നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി അത്തരത്തിൽ ആ പ്രവാചകനെ അറിഞ്ഞ് അനുകരിക്കുന്ന, പ്രവാചകന്റെ സുന്നത്ത് ജീവിതവൽക്കരിക്കുന്ന ആ സമൂഹത്തിന്റെ അവസാനത്തോടുകൂടി അതിനുശേഷം മറ്റൊരു വിഭാഗം കടന്നുവരും. അവർ ആ പ്രവാചകന്റെ കൽപ്പന പാലിക്കില്ലെന്നു മാത്രമല്ല, അവർ പറയുന്നതൊന്നായിരിക്കും, പക്ഷേ അവർ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. അവർ ചില കാര്യങ്ങൾ സമൂഹത്തോട് കൽപ്പിക്കും, പക്ഷേ അത് അവർ ചെയ്യുന്നുണ്ടാകില്ല. അവരോട് എന്താണോ ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടത് എങ്കിൽ ആ കാര്യം അവർ ജീവിതവൽക്കരിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ചെയ്യുന്നത് അവർ പഠിപ്പിക്കപ്പെട്ടതിന് വിരുദ്ധവും അവർ ആ പ്രവാചകനിൽ കണ്ടതിന് അല്ലെങ്കിൽ ആ പ്രവാചകനാൽ പഠിപ്പിക്കപ്പെട്ടതിന് തികച്ചും വിരുദ്ധവുമായ കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹം രണ്ടാം തലമുറയായി അല്ലെങ്കിൽ ഒന്നാം തലമുറയ്ക്ക് ശേഷം കടന്നുവരുന്നതാണ്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനുൻ, ആ രണ്ടാം തലമുറയോട് അഥവാ ദീനിന്റെ കൽപ്പനകൾ സമൂഹത്തോട് കൽപ്പിക്കുന്നതിന് വിരുദ്ധമായി ജീവിതം നയിക്കുന്നവർ, അല്ലാഹുവും പ്രവാചകനും കൽപ്പിച്ചതിന് വിരുദ്ധമായി ജീവിതം നയിക്കുന്നവർ, അതോടൊപ്പം ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും അവർ ആ നന്മ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരോട് ആരെങ്കിലും നേരിട്ട് എതിരിടാൻ അവരുടെ ജീവിതം ശരിയല്ല എന്നതിന്റെ പേരിൽ അവരുടെ ജീവിതത്തെ ശരിയാക്കുന്നതിന് വേണ്ടി നേരിട്ടൊരാൾ ഇറങ്ങിച്ചെന്ന് അവർക്കിടയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഹുവ മുഅ്മിനുൻ, അവൻ ഈമാൻ നിലനിർത്തിയവനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിനുൻ, അവരുടെ നടപടി ശരിയല്ലാത്തതിന്റെ പേരിൽ അവരോട് മാനസികമായി അകൽച്ച കാണിച്ചവനും ഈമാൻ നിലനിർത്തിയവനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, അവരോട് നാക്കുകൊണ്ട് ഉപദേശം നടത്തിയവനും ഈമാൻ നിലനിർത്തിയവനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദലിൻ, ഈ 3 രൂപേണ അവരോട് പ്രതികരിക്കാത്തവൻ, ഒന്നുകിൽ നേരിട്ട് അവരെ ആ തിന്മയിൽ നിന്ന് തടയുകയോ അല്ലെങ്കിൽ ആ തിന്മ അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മാനസികമായി അവരോട് അകൽച്ച പാലിക്കുകയോ ചെയ്യാത്തവൻ, അതുമല്ലെങ്കിൽ വമൻ ജാഹദഹും ബിലിസാനിഹി, ആ തിന്മക്കെതിരെ നാക്കുകൊണ്ട് പടപൊരുതാത്തവൻ. ഈ 3 വിശേഷണത്തിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാത്തവൻ അല്ലെങ്കിൽ 3 നിലനിർത്താത്തവൻ. ഇതിന്റെ അപ്പുറത്ത്
വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദൽ, ഇതിന്റെ അപ്പുറത്ത് പിന്നെ ഈമാനിന്റെ ഒരു അംശവും ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നു. ഹദീസിന്റെ രത്നചുരുക്കം, ഏതൊരു സമൂഹത്തിലും തിന്മ വ്യാപകമാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്ന രംഗമുണ്ടാവുകയും ചെയ്യുമ്പോൾ, സമൂഹത്തിലുള്ള തിന്മയ്ക്കെതിരെ ഒന്നുകിൽ ആ തിന്മയെ നേരിട്ട് തടുക്കാൻ, നേരിട്ട് നിയന്ത്രിക്കാൻ, നേരിട്ട് ഉച്ചാടനം ചെയ്യാൻ, നേരിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കായികമായി ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇറങ്ങണം. അതല്ലെങ്കിൽ രണ്ടാമത്തത്, ആ തിന്മയെ അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പിന്നെ ആ തിന്മയുടെ വാഹകരോട് യാതൊരു തരത്തിലുള്ള സന്ധിയിലും ഏർപ്പെടാതെ, അവരോട് ഒരു തരത്തിലും കൂടി നിൽക്കാതെ മാനസികമായി അവരിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കണം. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. അതുമല്ലെങ്കിൽ ആ തിന്മയുടെ വാഹകരോട് ആ തിന്മയുടെ ദൂഷ്യവശങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുകയും അതിൽ നിന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകണം. ഈ മൂന്ന് രൂപത്തിലും നൽകിയിട്ടില്ലെങ്കിൽ, ഈ മൂന്നിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മൂന്നും കൂടിയോ നിർവഹിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നിർവഹിക്കാത്ത വ്യക്തികളിൽ ഈമാൻ നിലനിൽക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അനിസ്ലാമിക പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാത്തവൻ മുഅ്മിനല്ല എന്നാണ്. ഇവിടെ പറയപ്പെട്ട മൂന്നിലേതെങ്കിലും ഒരു മാർഗേണയെങ്കിലും പ്രതികരിക്കാത്ത സ്വഭാവം ഈമാനികമായ സ്വഭാവമല്ല. അവനിൽ ഈമാൻ നിലനിൽക്കുകയില്ല, അവൻ മുഅ്മിനീങ്ങളിൽ പെട്ടവനല്ല എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്, നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അതാതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന്റെ അഡ്രസ് നഷ്ടപ്പെടാനുള്ള കാരണമായി വിശദീകരിക്കുന്നത് ഇവിടെ നന്മകൊണ്ടുള്ള ഉപദേശവും തിന്മക്കെതിരെയുള്ള പ്രതികരണവും നഷ്ടപ്പെടുക എന്നതാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. തങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വല മാ ദഖല നഖ്സു അലാ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിൽ ആദ്യമായി സംഭവിച്ച ന്യൂനത, കാന റജുലു യുൽഖി റജുല, ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഫയഖൂലു, അയാൾ പറയുമായിരുന്നു, യാ ഹാദാ ഇത്തഖില്ല, തെറ്റു ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഒരു നല്ല മനുഷ്യൻ അയാളോട് ഉപദേശിക്കുമായിരുന്നു, ഹേ മനുഷ്യ, നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, നിന്റെ ഈ പോക്ക് ശരിയല്ല, നീ സ്വീകരിച്ച ഈ നിലപാട് ശരിയല്ല എന്ന് അയാൾ ഉപദേശിക്കാറുണ്ടായിരുന്നു. വദാമാ തസ്നഉ, നീ പ്രവർത്തിക്കുന്ന, നീ ചെയ്യുന്ന കാര്യങ്ങളെ നീ നിർത്തണം. ഫഇന്നഹു ലാ യഹില്ലു ലക, ഇത് ചെയ്തുകൂടാത്തതാണ്, ഇത് വിശുദ്ധ മതം അനുവദിക്കാത്തതാണ് എന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. തുമ്മ യൽഖാഹു മിനൽ ഗദി, പിന്നെ നാളെയും അയാൾ ഇയാളെ കണ്ടുമുട്ടും. ആ ഉപദേശിച്ച നല്ല മനുഷ്യൻ ഈ തിന്മയിലൂടെ നടക്കുന്ന, അനിസ്ലാമിക പ്രവണതയിലൂടെ ജീവിതം നയിക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ ഇന്നലെ അയാൾ ഉപദേശിച്ചു, എന്നിട്ട് ഇന്നും അയാളെ കണ്ടുമുട്ടുമ്പോൾ ഫലാ യംനഉഹു ദാലിക യകൂന അകീലഹു വശരീബഹു വഖഈദഹു, അയാളുടെ കൂടെയിരിക്കുന്നതിനെ തൊട്ടോ, കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ടോ,
കൂടെയിരുന്ന് വെള്ളം കുടിക്കുന്നതിന് തൊട്ടോ ആ നല്ല മനുഷ്യന് ഇയാൾ തെറ്റിൽ നിന്ന് പിന്മാറിയില്ല എന്നത് തടസ്സമാകുന്നില്ല. ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ, തെറ്റു ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യൻ ഉപദേശിച്ചു. പക്ഷേ ആ ഉപദേശത്തിന് ശേഷം അയാൾ നന്നായില്ല. അയാൾ നന്നാകാതിരുന്നിട്ടും ആ ഉപദേശകനായ നല്ല മനുഷ്യൻ അയാളുടെ തിന്മ അയാളിൽ ഉണ്ടായിരിക്കെ തന്നെ അയാളെ കൂട്ടുകാരനായി സ്വീകരിക്കുകയും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുകയുമൊക്കെ ചെയ്യുന്നു എന്നതാണ് ബനൂ ഇസ്രായേല്യരിൽ ഒന്നാമതായുണ്ടായ ന്യൂനത. അഥവാ തെറ്റു ചെയ്യുന്നവരുടെ കൂടെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ, അല്ലെങ്കിൽ സമൂഹത്തിലെ വിവരമുള്ളവർ, പണ്ഡിതന്മാർ തെറ്റു ചെയ്യുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ മൗനമായെങ്കിലും അംഗീകരിക്കുക, മൗനമായി അവരോട് ആ തെറ്റിന് അനുവാദം നൽകുക. സമൂഹത്തിൽ തെറ്റു വ്യാപിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രതികരിക്കാതിരിക്കുക. അത് അവരങ്ങനെയല്ലേ, നമ്മൾ പറഞ്ഞിട്ടെന്താ കാര്യം എന്ന രൂപത്തിൽ അവർ അതിനെ തൊട്ട് മൗനം ദീക്ഷിക്കുക എന്നുള്ളത് ബനൂ ഇസ്രായേല്യരിൽ സംഭവിച്ച ഒന്നാമത്തെ ന്യൂനതയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ അവരിലുള്ള നല്ലവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ ചേർക്കുകയാണ്. അവർക്കിറക്കിയ വിപത്തിൽ ഇവരെയും ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ആ വിപത്തിനെ അല്ലാഹു തആല നന്മയുടെ വാഹകരിലേക്ക് പോലും വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു. ലുഅനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ് വഈസ ബിൻ മറിയം ذلك بما سووا كانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ലുഅനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല, ബനൂ ഇസ്രായേലിൽ നിന്നുള്ള നിഷേധികളെ, സത്യനിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാപത്തിന് വിധേയമാക്കി. അലാ ലിസാനി ദാവൂദ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നാക്കിലൂടെ, വഈസ ബിൻ മറിയം, മറിയമിന്റെ മകനായ ഈസ അലൈഹിസ്സലാമിന്റെ നാക്കിലൂടെയും. ദാലിക ബിമാ അസൗ, അത് അവർ അല്ലാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചു എന്ന കാരണത്താലായിരുന്നു അവരെ ശപിച്ചത്. വകാനൂ യഅ്തദൂൻ, അല്ലാഹുവിന്റെ കൽപ്പനയിൽ അവർ അതിർലംഘിച്ചു എന്നതുമായിരുന്നു അതിന്റെ കാരണം. എന്നിട്ടൊന്നുകൂടെ വിശദീകരിച്ചു അല്ലാഹു തആല, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവരിൽ തെറ്റു ചെയ്യുന്ന ആളുകൾ തെറ്റു ചെയ്യുമ്പോൾ അവരിൽ നന്മ ചെയ്യുന്ന ആളുകൾ അത് തടുക്കാറില്ലായിരുന്നു, വിലക്കാറില്ലായിരുന്നു. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവരിലുള്ള തിന്മയുടെ വാഹകർ ആ തിന്മയും ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അത് തിന്മയാണ്, തെറ്റാണ് മോനെ, പാടില്ല എന്നുള്ള ഉപദേശം ചെയ്യുന്നതിൽ നിന്ന് അത് മനസ്സിലാക്കിയ വിവരമുള്ള ആളുകൾ, നല്ലവരായി ജീവിക്കുന്ന ആളുകൾ പിന്നോട്ട് നിന്നു. അതായിരുന്നു അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപത്തിന് വിധേയമാക്കാൻ കാരണം. ലബിഅസ മാ കാനൂ യഫലൂൻ, അവരാ ചെയ്ത കാര്യം വളരെ മോശമായി പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. തെറ്റു ചെയ്തത് മോശമായി എന്നല്ല ഇവിടെ അല്ലാഹു തആല പറയുന്നത്, ആ തെറ്റിനെ വിലക്കാതിരിക്കുക എന്ന നല്ലവരായ മനുഷ്യരുടെ നിലപാട് മോശമായി പോയി. തെറ്റിനെ തടയാതിരിക്കുക എന്ന വിവരമുള്ളവരുടെ നിലപാട് മോശമായി പോയി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ كَانُوا لَا يَتَنَاهَوْنَ عَن مُنكَرٍ فَعَلُوهُ لَبِئْسَ مَا كَانُوا يَفْعَلُونَ. തെറ്റു ചെയ്യുന്നവർ തെറ്റിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോ അത് മോശമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ്, അരുതാത്തതാണ്, വിലക്കപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് അതറിയുന്ന ആളുകൾ വിലക്കിയില്ല, വിവരമുള്ളവർ വിലക്കിയില്ല. അങ്ങനെ അവർ വിലക്കാത്തത് വളരെ മോശം പ്രവർത്തനമായി പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയിട്ട് പിന്നീട് പറഞ്ഞു, കല്ലാ വല്ലാഹി ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകർ വലതഅഖുദുന്ന അലാ യദിൽ ളാലിം വലതഅതറുന്നഹു അലൽ ഹഖ് അതറാ വലതഖസുറന്നഹു അലൽ ഹഖ് ഖസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പറഞ്ഞത് ഗൗരവത്തിന്റെ ഭാഷയിലാണ്, കൂടുതൽ ഗൗരവത്തോടെയാണ്. അല്ലാഹുവാണേ സത്യം, നിങ്ങൾ
നന്മ കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം. തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ പ്രതികരിക്കുക തന്നെ വേണം. അല്ലാത്ത അക്രമിയുടെ കൈ നിങ്ങൾ പിടിക്കുക തന്നെ വേണം. അക്രമിയെ നിങ്ങൾ പിടിച്ചു കെട്ടുക തന്നെ വേണം. അക്രമം പ്രവർത്തിക്കുന്നവരെ അത് പ്രവർത്തിക്കാൻ വിട്ടുകൂടാ. തിന്മ ചെയ്യുന്നവരെ അത് ചെയ്യാൻ അനുവദിച്ചുകൂടാ. നന്മ ചെയ്യാത്തവരെ അങ്ങനെ ജീവിക്കാൻ വിട്ടുകൂടാ. അവർക്ക് നിങ്ങൾ നന്മ ഉപദേശിച്ചു കൊടുക്കണം. തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ തിന്മയിൽ നിന്ന് വിലക്കുക തന്നെ വേണം. അക്രമം പ്രവർത്തിക്കുന്നവരുടെ കൈക്ക് നിങ്ങൾ പിടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മൊത്തത്തിൽ നാശത്തിന് പാത്രമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേ ഹദീസിന്റെ മറ്റു റിവായത്തുകളിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത് പോലും അംറു ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ഇല്ലാത്തതാണ് എന്ന് വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലതഅമുറന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകരി ഔ ലയുസല്ലിതന്ന അല്ലാഹു അലൈക്കും ശിറാറക്കും സുമ്മ യദൂ ഖിയാറുക്കും ഫലാ യുസ്തജാബു ലഹും. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം. തിന്മയെ നിങ്ങൾ വിലക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തിന്മയുടെ വാഹകരെ നിങ്ങൾക്കുമേൽ ആധിപത്യമുള്ളവരാക്കി മാറ്റും. നിങ്ങളിൽപ്പെട്ട ഏറ്റവും തിന്മയുടെ വാഹകരെ, ഷർറായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുമേൽ അധികാരം നൽകി നിങ്ങൾ അവർക്ക് കീഴിൽ കഴിയേണ്ടി വരും. പിന്നീട് നിങ്ങളിൽപ്പെട്ട നല്ല ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, നിങ്ങളിൽപ്പെട്ട സൽവൃത്തരായ ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അംറു ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ഏതൊരു സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ ആ സമൂഹത്തിൽ അല്ലാഹുവിന്റെ വിപത്ത് വ്യാപകമാകുമെന്ന് മാത്രമല്ല, അവരിലുള്ള നല്ല ആളുകൾ പോലും പിന്നീട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകില്ല എന്നും ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ അംറു ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ഒക്കെ നടത്തുന്ന ആളുകൾക്ക്, അഥവാ ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും. അത് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലൂടെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം എന്നവർ തന്റെ മകന് നൽകിയ ഉപദേശത്തിൽ യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകന് നൽകിയ ഉപദേശം, യാ ബുനയ്യ, എന്റെ മോനെ, അഖിമിസ് സ്വലാത്ത, നീ നിസ്കാരം നിലനിർത്തണം, വഅ്മുർ ബിൽ മഅറൂഫി, നീ നന്മ കൊണ്ട് കൽപ്പിക്കുകയും വേണം, വൻഹാ അനിൽ മുൻകർ, തിന്മയെ വിലക്കുകയും വേണം, വസ്ബിർ അലാ മാ അസ്വാബക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് ഏൽക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നീ സഹിക്കുകയും ക്ഷമിക്കുകയും വേണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞതായി, തന്റെ മകന് ഉപദേശം നൽകിയതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നന്മ ഉപദേശിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന സമൂഹത്തിന്, മുന്നിട്ടിറങ്ങുന്ന വിഭാഗത്തിന് ഒരുപക്ഷെ പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും. അവർക്കെതിരെ ആളുകൾ സംഘടിച്ചു എന്ന് വരും. പക്ഷേ അതൊക്കെ സഹിച്ചുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് മുന്നേറേണ്ട ബാധ്യത അവർക്കുണ്ട്. അങ്ങനെ ഒരു വിഭാഗം തങ്ങൾക്കെതിരെ സംഘടിക്കുന്നു എന്നതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്മാറാൻ പാടില്ല എന്നാണ് ഈ പരിശുദ്ധ ഖുർആൻ വാക്യം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. കാരണം ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ്. ഇത് എന്ന് സമൂഹത്തിൽ നിന്നും പാടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നുവോ, പാടെ നീങ്ങിപ്പോകുന്നുവോ, നന്മ കൽപ്പിക്കുക എന്ന സ്വഭാവം, തിന്മയെ വിലക്കുക എന്ന സ്വഭാവം സമൂഹം എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് ഈ സമൂഹം മൊത്തം നാശത്തിന് വിധേയമാകും. അല്ലെങ്കിൽ അത് അവർ നാശം ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമാണോ എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഉമ്മത്തിന്റെ വിശേഷണമായി പൂർവ്വവേദങ്ങളിൽ പോലും പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഉമ്മത്ത് മുഹമ്മദിയ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്റെ
പ്രധാനപ്പെട്ട വിശേഷണമായി ഇൻജീലിലും തൗറാത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്ന വിഭാഗത്തിന്റെ വിശേഷണം പറഞ്ഞത് യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി എന്നാണ്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന വിഭാഗമായിരിക്കും എന്നാണ്. ബനൂ ഇസ്രായേലിൽ ഇല്ലാതെ പോയതിന്റെ പേരിൽ അവരെ അല്ലാഹു തആല നാശത്തിന് വിധേയമാക്കിയ സ്വഭാവം ഈ ഉമ്മത്തിനെ ഖൈറു ഉമ്മത്തായി അല്ലാഹു തആല വിശേഷിപ്പിക്കാൻ കാരണമാക്കിയ സ്വഭാവം, ഇൻജീലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ എടുത്തു പറഞ്ഞ സ്വഭാവം, അതോടൊപ്പം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിഷ്കർഷിക്കുന്ന സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളും മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ പരസ്പരം സഹായികളാണ്, സംരക്ഷകരാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള ഈമാൻ നിലനിർത്താൻ സാധിക്കുക എന്ന് ഇവിടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് ഉച്ചനീചത്വങ്ങൾ, ആ നീചത്വങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പലപ്പോഴും സമൂഹത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മടിച്ചു നിൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നാശം ചോദിച്ചു വാങ്ങുകയാണ് എന്നതാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഇക്കഴിഞ്ഞ ദിവസം കേരളം ഓണം ആഘോഷിക്കുകയുണ്ടായി. കേരളം ഓണം ആഘോഷിച്ചു എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതപരമായ അല്ലെങ്കിൽ അവരുടെ ആരാധനാപരമായ ഒരു കർമ്മം എന്ന നിലക്കാണ് സത്യത്തിൽ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. കേരള ഗവൺമെന്റ് അതിനെ ദേശീയ ആഘോഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 1960കളിൽ ഓണം ദേശീയ ആഘോഷമായി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ മുസ്ലിം സഹോദരന്മാർ ഈ ഓണാഘോഷ പരിപാടികളിൽ സജീവമാകുന്ന ഒരു പ്രവണത ഈയിടെയായി കണ്ടുവരുന്നത് അംറു ബിൽ മഅറൂഫും നഹിയുൻ അനിൽ മുൻകറും സമൂഹത്തിൽ കുറഞ്ഞുപോയി എന്നതിന്റെ വ്യക്തമായ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മുൻകാലത്തുണ്ടായിരുന്ന മഹാരഥന്മാരായ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും സാദാത്യങ്ങളുമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ മതസൗഹാർദ്ദവും പരസ്പരമുള്ള സ്നേഹവുമൊക്കെ ഇതിലേറെ ഉണ്ടായിരുന്ന കാലമാണ്. ആ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ആഘോഷ പരിപാടികളിൽ ഇന്ന് മുസ്ലിം സഹോദരന്മാർ പങ്കെടുക്കുന്നതായി കാണുകയാണ്. അന്ന് നമ്മളൊന്നും ഓണാഘോഷത്തിൽ പോയി പങ്കെടുക്കാതെ തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ മതസൗഹാർദ്ദം നിലനിന്നിട്ടുണ്ടായിരുന്നു. മതസൗഹാർദ്ദം നിലനിർത്താൻ ഒരു വിഭാഗം ചെയ്യേണ്ടത് മറ്റുള്ളവന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കടമെടുക്കുക എന്നതോ അല്ലെങ്കിൽ അതിൽ പോയി പങ്കാളികളാവുക എന്നതോ അല്ല. മറിച്ച് ബഹുസ്വര സമൂഹങ്ങൾ ജീവിക്കുന്ന, ബഹുസ്വര മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ മതരീതികളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അവരത് നിർവഹിച്ചോട്ടെ, അതിനെ തടസ്സപ്പെടുത്താതെ അവർക്ക് അത് നിർവഹിക്കാൻ ഭരണപരമായുള്ള അവകാശങ്ങൾ വകവെച്ചുകൊടുത്തുകൊണ്ട് അത് നിർവഹിക്കുന്നതോടുകൂടി തന്നെ മുസ്ലിംകളായ നമ്മൾ നമ്മുടേതായ ബാധ്യതകൾ വിസ്മരിക്കാതെ
ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ബാധ്യത നമുക്കുണ്ട്. അതിന് ഓണാഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ല, അതിന് ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ല, പൊതുപരിപാടികളിൽ വിളക്ക് കൊളുത്താൻ മുസ്ലിങ്ങൾ പോകേണ്ടതില്ല. അവരുടേതായ ആഘോഷം പൂക്കളം വരക്കലും ഓണത്തപ്പനെ ഉണ്ടാക്കിവെക്കലുമൊക്കെ അവരുടെ വീട്ടുമുറ്റങ്ങളിൽ ചെയ്തോട്ടെ, അതിന് നമ്മൾ എതിർക്കേണ്ടതില്ല. അതേസമയത്ത് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ നമ്മളും പൂക്കളങ്ങൾ ഉണ്ടാക്കുകയും ഓണത്തപ്പന്റെ രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മത സഹോദരങ്ങളുടെ മതപരമായ ആചാരത്തെ നമ്മളിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അത്തരത്തിലുള്ള മതപരമായ ആചാരങ്ങളെ ഇസ്ലാമിലേക്ക് വലിച്ചുകൊണ്ടുവരിക എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം വരെയാകും. പക്ഷേ സമൂഹത്തിലുള്ള സാധാരണക്കാർ അത്തരത്തിലൊന്നും അതിനെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുന്നുണ്ടോ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലും മറ്റുമൊക്കെ പൂക്കള മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഓണത്തോടനുബന്ധിച്ച്. ഓണം ദേശീയാഘോഷമാക്കാൻ വേണ്ടി ഇത്ര തത്രപ്പാട് നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. ഓണം സമൂഹമായി ആഘോഷിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തുന്ന മുസ്ലിം സംഘടനകൾ. എന്താണ് അതിന്റെ അർത്ഥം? ഇസ്ലാമിലില്ലാത്ത ഒരു ആചാരത്തെ, അനിസ്ലാമികമായ ഒരു ആചാരത്തെ ഇസ്ലാമിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ വേണ്ടി മുസ്ലിം സംഘടനകൾ കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് താൽപര്യം കാണിക്കുന്നു, മുന്നിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ തിന്മയെ വിലക്കേണ്ട ഒരു വിഭാഗം തിന്മക്ക് കൂട്ടുനിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്റെ സഹോദരന്മാർക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ തിന്മ കാണുമ്പോൾ അതിനെ വിലക്കിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ മൊത്തം നാശത്തിന് കാരണമാകുന്നതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മഹാനായ ഇമാം ഖുർത്തുബി തങ്ങളും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുമൊക്കെ ആ ഹദീസിനെ ഉദ്ധരിച്ചതായി കാണുന്നുണ്ട്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ അല്ലാഹുവിന്റെ ഫിത്നയെ, അല്ലാഹുവിന്റെ പരീക്ഷണത്തെ സൂക്ഷിക്കുക. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അത് നിങ്ങളിൽ നിന്ന് തെറ്റു ചെയ്തവർക്ക് മാത്രമല്ല വന്നെത്തുക. ഒരു സമൂഹത്തിൽ ഒരു തിന്മ തടയപ്പെടാതെ മുന്നോട്ടു പോകുമ്പോൾ, ആരാലും എതിർക്കപ്പെടാതെ ഒരു തിന്മ സമൂഹത്തിൽ അങ്ങനെ തുടർന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവന്റെ ശിക്ഷ ഇറക്കുകയാണെങ്കിൽ അത് തിന്മ ചെയ്തവരെ മാത്രമല്ല പിടികൂടുക. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അല്ലാഹുവിന്റെ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണേ, അത് നിങ്ങളിൽ നിന്ന് ദുൽമ് ചെയ്തവർക്ക്, തെറ്റു ചെയ്തവർക്ക് മാത്രമല്ല വന്നെത്തുക. അത് നിരപരാധികളായ ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ നിരപരാധികളായ ആളുകൾക്ക് മേലും വന്നു ഭവിക്കുന്നതാണ്. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ നൽകുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു.
ഒരു വിഭാഗം തെറ്റ് ചെയ്യുമ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണത്തിന് ഒരു പ്രകൃതി ദുരന്തം നൽകുകയാണെങ്കിൽ അത് തെറ്റു ചെയ്തവരെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ടുള്ള ദുരന്തമാകില്ല. അവിടെ സാധാരണക്കാരായ നിരപരാധികളായ ആളുകളും ആ ദുരന്തത്തിൽ പെട്ടുപോകുന്നതാണ്. സാലിഹീങ്ങളായ ആളുകൾ പോലും അതിൽ പെട്ടുപോകും. അതിന്റെ ഭൗതികമായ കാരണം സാലിഹീങ്ങളായ ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ ആ തിന്മ അവിടെ അരങ്ങേറിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നതാണ്. പിന്നീട് ഒരുപക്ഷേ അവർ തിന്മയിൽ പങ്കാളികളായിട്ടില്ല, നേരിട്ട് പങ്കാളികളായിട്ടില്ല എന്നതിന്റെ പേരിൽ പാരത്രിക ലോകത്ത് അവർക്ക് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകിയേക്കാം. പക്ഷേ ഇവിടെ അവർ ഒരു മഹാപാതകം ചെയ്യുന്നുണ്ട്. നന്മയിലൂടെ ജീവിക്കുന്നവർ, തിന്മയെ തിന്മയായി മനസ്സിലാക്കിയവർ, അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, പക്ഷേ തങ്ങൾക്ക് ചുറ്റും തിന്മ ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ അവർ ശ്രമിച്ചില്ല എന്ന വലിയ ഒരു പാതകം. ആ പാതകം അവർ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ നേരിട്ട് ചെയ്തവർക്ക് നൽകുന്ന ശിക്ഷ ഈ ആളുകൾക്ക് കൂടി എത്തിക്കുന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് തുറന്നു പ്രഖ്യാപിക്കുകയാണ്. ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് മഹാനായ നൗമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫിഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീനത്തിൻ ഫഅസ്വാബ ബഅ്ദുഹും അഅലാഹാ വബഅ്ദുഹും അസ്ഫലഹാ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ കൽപ്പനാ നിരോധനകൾ കൃത്യമായി പാലിക്കുകയും അത് സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ ഉദാഹരണം കമസലി ഖൗമിൻ, ഒരു ജനതയെപ്പോലെയാണ്. ഇസ്തഹമു അലാ സഫീനത്തിൻ, അവരൊരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മുകളിൽ ആരിരിക്കണം, താഴെ ആരിരിക്കണം എന്നവർ നറുക്കിട്ട് തീരുമാനിച്ചു. ഫഅസ്വാബ ബഅ്ദുഹും അഅലാഹാ വബഅ്ദുഹും മേലെ തട്ടിലും ഇരിക്കാൻ തീരുമാനമായി. ഫകാന അല്ലദീന ഫീ അസ്ഫലിഹാ ഇദാ ഇസ്തഖൗ മിനൽ മാഇ മറു അലാ മൻ ഫൗഖഹും. താഴെ തട്ടിലിരിക്കുന്ന ആളുകൾക്ക് വെള്ളത്തിനാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അവർ മേലെ തട്ടിലേക്ക് കയറി വന്നുകൊണ്ട് കടലിൽ നിന്ന് വെള്ളമെടുക്കുമായിരുന്നു, സമുദ്രത്തിൽ നിന്ന് വെള്ളമെടുക്കുമായിരുന്നു. അങ്ങനെ അവർ ഇടക്കിടക്ക് താഴെ തട്ടിൽ നിന്നും മേലെ തട്ടിലേക്ക് കയറി വന്നപ്പോൾ മുകളിലെ തട്ടിലിരിക്കുന്ന ആളുകൾക്ക് അത് അരോചകമായി തോന്നി. ഇടക്കിടക്ക് തങ്ങളുടെ ഉറക്കം ശല്യപ്പെടുത്തുന്നതായി അവർക്ക് തോന്നി. അവർ അത് മറ്റുള്ളവരോട് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. തൽഫലമായി താഴെ തട്ടിലുള്ള ആളുകൾ യോഗം ചേർന്ന് തീരുമാനമെടുത്തു, നമ്മളിനി വെള്ളമെടുക്കാൻ മുകളിലേക്ക് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ വെള്ളത്തിനുള്ള സംവിധാനമുണ്ടാക്കുകയാണ്. ഫഖാലൂ ലൗ അന്നാ ഖറഖ്നാ ഫീ നസീബിനാ ഖർഖൻ വലം നുഅ്ദി മൻ ഫൗഖനാ. നമുക്ക് ഇവിടെ തന്നെ കപ്പലിന് ചെറിയ ഒരു ദ്വാരമുണ്ടാക്കാം. സമുദ്രത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിന്റെ താഴെ തട്ടിൽ കഴിയുന്ന നമുക്ക് നമ്മുടെ ഈ തട്ടിൽ തന്നെ ചെറിയ ഒരു ദ്വാരമുണ്ടാക്കിയാൽ അതിലൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. വെള്ളമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദ്വാരം അടക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടവർ തീരുമാനമെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഭവം അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഫഇൻ യത്റുകൂഹും വമാ അറാദൂ ഹലകൂ ജമീആ. ഇവിടെ ഈ താഴെ തട്ടിലുള്ള ആളുകൾ യോഗം ചേർന്നുകൊണ്ടെടുത്ത ഈ തെറ്റായ തീരുമാനത്തിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും അത് ചെയ്യാൻ അവരെ അനുവദിക്കുകയും ചെയ്താൽ അതിന്റെ ഫലം ഹലകൂ ജമിഅ, കപ്പലിലെ രണ്ട് തട്ടുകളിലുമുള്ള ആളുകൾ ഒന്നിച്ച് നശിച്ചു പോവുക എന്നതായിരിക്കും. കാരണം താഴെ തട്ടിലുള്ള അവരുണ്ടാക്കിയ ദ്വാരത്തിലൂടെ സമുദ്രത്തിൽ നിന്ന് വെള്ളം അടിച്ചു കപ്പലിലേക്ക് കയറുകയും തൽഫലമായി ആ കപ്പൽ ഒന്നാകെ മുങ്ങുകയും
താഴെ തട്ടിലും മേലെ തട്ടിലുമുള്ള എല്ലാ ആളുകളും മുങ്ങി നശിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് താഴെ തട്ടിലെ ഒരു ദ്വാരമുണ്ടാക്കാമെന്ന് അവരെടുത്ത ആ തെറ്റായ തീരുമാനത്തിനെതിരെ പ്രതികരിക്കുകയും അതിൽ നിന്നവരെ തടയുകയും ചെയ്താൽ രണ്ടു തട്ടിലുമുള്ളവരുടെ ജീവൻ രക്ഷിക്കുകയായിരിക്കും അതിന്റെ ഫലമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന നീചത്വങ്ങൾക്കെതിരെ പ്രതികരിച്ചാലുണ്ടാകുന്ന രക്ഷയും അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ സമൂഹത്തിലെ നിരപരാധികൾക്ക് പോലും അല്ലാഹുവിന്റെ ശിക്ഷ വന്നുഭവിക്കാൻ അത് കാരണമാകും എന്നതിന്റെ വിശദീകരണം നമുക്ക് ഈ സഹിഹായ ഹദീസ്